1 മണിക്കൂർ ബാക്കി ഇനിയില്ല. സമയം 5 മണി കഴിഞ്ഞ് 6 മിനിറ്റ് 36 സെക്കൻഡ് 37 സെക്കൻഡും ആകുന്നു. 7 ജില്ലകളിൽ കൊട്ടിക്കലാശം അവസാന മിനിറ്റുകളിൽ. തെക്ക് പോളിംഗ് ബൂത്തിൽ അവരുടെ അവസാന മണിക്കൂർ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വടക്ക് അവിടെ കൊട്ടിക്കലാശത്തിന് അവസാന മണിക്കൂറിലാണ്. ഒരുപാട് വിഷയങ്ങൾ മാറി ഇറങ്ങിപ്പോയ ശബരിമല ക്ഷേത്രക്കുള്ള രാഹുൽ മാങ്കൂട്ടമെന്ന് വേണ്ട. താഴെത്തട്ടിൽ നീർന്ന വർഷങ്ങൾ ഓടിച്ചിട്ട് കളിക്കുന്ന തെരുവുനായ ശല്യം അടക്കം സജീവ ചർച്ച. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് അവസാന മണിക്കൂറുകൾ അവസാന മണിക്കൂർ പ്രേക്ഷകർ കാണുകയാണ്. അവസാന മണിക്കൂർ എന്ന് പറയാനില്ല. DJ സെറ്റപ്പിലാണ് ഓരോ സ്ഥലങ്ങളിൽ അതിന്റെ കൊട്ടിക്കലാശം അവസാന മിനിറ്റുകൾ പുരോഗമിക്കുന്നത്. 5 മണി കഴിഞ്ഞ് 7 മിനിറ്റും 50 സെക്കൻഡും ആവുന്നു. ഇനിയിപ്പോൾ 1 മണിക്കൂർ പോലും ബാക്കിയില്ല. അവസാന അടവെടുത്തുള്ള പോരാട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. മുന്നണികൾ 1 മാസം നീണ്ട പ്രചാരണം അത് തങ്ങൾക്ക് അനുകൂലമാണോ എന്ന് ഉറപ്പിക്കാനുള്ള അവസാന മണിക്കൂറിൽ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. എല്ലാ സ്ഥലങ്ങളും തിരുവനന്തപുരത്ത് ബാക്കി 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലാണ്. അവിടെ മെച്ചപ്പെട്ട പോളിംഗ് ശതമാനം കുത്തനെ മേപ്പോട്ട് ഉയരുമ്പോൾ 7 ജില്ലകൾ കൊട്ടിക്കലാശത്തിലാണ്. കൊട്ടിക്കലാശത്തിൽ അതിന്റെ അവസാന മണിക്കൂറുകളാണ്. അവസാന മണിക്കൂർ വലിയ ആവേശകരമായ കാഴ്ച എല്ലാ സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളും നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക് പോകുന്നു. ദീപക്, കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ ചർച്ചയായതാണ്. അത് വളരെ സജീവമായ പ്രചരണ വിഷയമായതാണ് കഴിഞ്ഞ 3 ആഴ്ചക്കാലം. എന്താണ് ഏറ്റവും ഒടുവിലത്തെ മണിക്കൂർ കോഴിക്കോടൻ കാഴ്ച? ദീപക്. ആഷ്മി, വടക്കൻ കേരളം പൊതുവെ തിരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും ഏറുന്ന പ്രദേശമാണ്. ആ കാഴ്ചയാണിപ്പോൾ കോഴിക്കോടിന്റെ ചരിത്രമുറങ്ങുന്ന പാളയത്ത് കാണുന്നത്. UDFന്റെ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ആവേശം അതിര് കടന്നു പോകും വിധത്തിൽ അത്യുത്സാഹത്തിലേക്ക് നീങ്ങുന്നു. എത്രമാത്രം ആവേശം! എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഇത് കണ്ടില്ലേ, കോർപ്പറേഷൻ ഈ പ്രാവശ്യം മാറും, കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രചരണം മുന്നോട്ട് പോകുന്നത്. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. എത്രമാത്രം ആവേശമുണ്ട്? എങ്ങനെയുണ്ട് ചേട്ടാ, എന്താ ആവേശം? ഭയങ്കര ആവേശം കുറച്ച് കൂടുതലാണല്ലോ ഇപ്രാവശ്യം. ഈ ആവേശമാണ് കോഴിക്കോട് പാളയത്തുള്ളത്. UDF പ്രവർത്തകർ ഇക്കുറി പതിവിൽ കവിഞ്ഞ ആവേശം പ്രകടിപ്പിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ പോകുമ്പോൾ കാണാം. രാജേഷ് വളരിക്കൊണ്ട് ക്യാമറ പാൻ ചെയ്താൽ സ്ഥാനാർത്ഥിയുമായുള്ള അവസാന പര്യടനം. ഇനി 1 മണിക്കൂർ തികച്ചില്ല പരസ്യ പ്രചാരണത്തിന്. ആ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ ഇഞ്ചോടിഞ്ചുള്ള പ്രചാരണ പോരാട്ടം അത് കൊട്ടിക്കലാശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. 50 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. 5 മണി കഴിഞ്ഞ് 10 മിനിറ്റും 58 സെക്കൻഡും ആകുന്നു. ഇനി 50 മിനിറ്റ് മാത്രമാണ് കൊട്ടിക്കലാശം പൂർത്തിയാവാൻ ബാക്കിയുള്ളത്. ഈ പറയുന്ന രീതിയിൽ അവസാന വോട്ടുകൾ അവിടെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ വടക്കൻ കേരളത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ആവട്ടെ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആവട്ടെ, വയനാട് ജില്ലാ പഞ്ചായത്ത് ആവട്ടെ, വയനാട് മുനിസിപ്പാലിറ്റികളാവട്ടെ, കൽപ്പറ്റ മാനന്തവാടി ആകട്ടെ, മലപ്പുറത്ത് നിലമ്പൂരാവട്ടെ, അങ്ങനെ വടക്കൻ കേരളത്തിലെമ്പാടും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന അപ്രവചനീയമായ പല പല സ്ഥലങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ കൂടി ആര് പിടിക്കുമെന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിർണായകമായ ചോദ്യങ്ങൾ ഉണ്ടായ വലിയ ഏറ്റുമുട്ടൽ, വലിയ ആവേശപ്പോലുണ്ടായ തെരഞ്ഞെടുപ്പ് കൂടിയാണ് വടക്കൻ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിന്റെ അവസാന മണിക്കൂറാണ്. അതിന്റെ അവസാന മണിക്കൂറിൽ അവസാന വോട്ടും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീഴ്ത്താനുള്ള കൊണ്ടുപിടിച്ച കൊടൂര ശ്രമത്തിലാണ് മുന്നണികൾ, സ്ഥാനാർത്ഥികൾ. അതിന്റെ ആവേശം അവിടെ ഗ്രൗണ്ടിൽ പ്രകടമാണ്. 7 ജില്ലകളിൽ കലാശക്കൊട്ട്, 7 ജില്ലകൾ പോളിംഗ് ബൂത്തിൽ അവരുടെ സമ്മതിദാനം അവസാന മണിക്കൂർ അവർ രേഖപ്പെടുത്തുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.